UDFിന്റെ ടീം കോൺഗ്രസിന്റെ ഐക്യം വിളിച്ചോതാൻ VD സതീശൻ ഇതാ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. KC വേണുഗോപാലിനെയും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് ഇത് ടീം കോൺഗ്രസ് ആണ്, ടീം UDF ആണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരെയും കൈ ഉയർത്തിക്കാട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതുതന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നതും. ഇവിടെ പക്ഷങ്ങളില്ല, RC പക്ഷമില്ല, KC പക്ഷമില്ല, VD പക്ഷമില്ല, ഞങ്ങളൊരൊറ്റ പക്ഷമാണെന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത കാഴ്ച ഇത് തന്നെയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഒക്കെയും ആഗ്രഹിച്ചിരുന്നത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, നല്ലൊരു മന്ത്രിസഭ വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെയൊക്കെയും ആഗ്രഹം. ആ ആഗ്രഹത്തിനൊത്ത് ഒരു മന്ത്രിസഭ ഇവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആ സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം മാത്രമേ ഉള്ളൂ. VM സുധീരൻ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ, ഹൈക്കമാൻഡുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ, അദ്ദേഹം ഇവരുമായൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി ലോക് ഭവനിൽ നിന്ന് ഗവർണർ എത്തണം, ഷിബു ബേബി ജോൺ ഒക്കെയുള്ള എല്ലാ മന്ത്രിമാരൊക്കെ, നിയുക്ത മന്ത്രിമാരൊക്കെ ആ വേദിയിലുണ്ട്. മഹേഷ്, ലോക് ഭവനിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടോ? ഗവർണർ പുറപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഗവർണർ പുറപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം അറിയില്ല. അല്പസമയത്ത് ഗവർണർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്കാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കടന്നു വന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് അറിയാം, കോൺഗ്രസ് പ്രവർത്തകർ ആവേശം അത് അതിര് കടന്നു നിൽക്കുന്ന അവസ്ഥയാണ്. വേദിയിലേക്ക് പോലും ആളുകൾക്ക്, VVIPകൾക്ക്, പ്രധാന ആളുകൾക്ക് പോലും കയറി ചെല്ലാൻ പറ്റാത്ത തരത്തിലേക്ക് തിരക്കാണ്. വേദിയിലും വലിയ ജനത്തിരക്ക് ഉണ്ട്. സദസ്സിൽ മാത്രമല്ല, അത്തരത്തിലേക്ക് ഇപ്പോൾ രേവന്ത് റെഡ്ഡിയെ ആവേശത്തോടെ സ്വീകരിക്കുന്ന മുദ്രാവാക്യം ഉന്നയിക്കുകയാണ് പ്രവർത്തകർ. അല്പസമയത്തിനകം ഗവർണർ എത്തേണ്ടതാണ്. ഗവർണർ ശരിക്കും എത്തേണ്ടത് 9:55 എന്നാൽ ഗവർണർ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ശരി, നേതാക്കളൊക്കെ വേദിയിലുണ്ട്. ഗവർണറുടെ വരവ് മാത്രമേ ഉള്ളൂ. ഗവർണർ ലോക് ഭവനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സ്റ്റേജിലേക്ക്, ആ വേദിയിലേക്ക് എത്തിച്ചേരും. കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഈ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇപ്പം 10 മണി കഴിഞ്ഞ് കുറച്ചൊന്ന് തള്ളി, 10:03 സമയം. ഗവർണർ എത്തുന്ന മുറയ്ക്ക് ഇപ്പോൾ DK ശിവകുമാറൊക്കെ എത്തുമ്പോഴത്തേക്കും പ്രവർത്തകർക്ക് വലിയ ആവേശമാണ്. അദ്ദേഹം ഈ കേരളത്തിലെയൊക്കെയും പ്രവർത്തകരിൽ അദ്ദേഹം ചെലുത്തിയിരിക്കുന്ന സ്വാധീനം അത് ഒട്ടും ചെറുതല്ല. DK ശിവകുമാറും അവിടെ എത്തി. അതേപോലെ തന്നെ ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. MV ഗോവിന്ദൻ എത്തി. നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വേദിയിലുണ്ട്. ബിനോയ് വിശ്വം വേദിയിലുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വേദിയിലുണ്ട്. പ്രതിപക്ഷത്തെയും കൂട്ടി പിടിച്ചുകൊണ്ട്, ഐക്യപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഉള്ള ഒരു പ്രഖ്യാപനം. VS അനു കൂടി ചേരുന്നുണ്ട്. അനു, ഇനി ലോക് ഭവനിൽ നിന്ന് ഗവർണർ കൂടി എത്തിയാൽ മതി. സേതു, ഗവർണർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ലോക് ഭവനിൽ നിന്ന് ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും. അദ്ദേഹമാണ് നിയുക്ത മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഏതായിരുന്നാലും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വലിയ ആളുകളുടെ തിരക്ക്. അല്പസമയം മുമ്പാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തിയത്. അതിന് തൊട്ടു മുമ്പായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ പ്രവർത്തകരെ ആവേശത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസുകാരുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ആവേശം. കാരണം നമുക്ക് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തിരക്ക് നമുക്ക് സാധാരണ കാണുന്നതിന് അപ്പുറത്തേക്ക് തിരക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ വലിയ തരത്തിലുള്ള തിരക്ക് തന്നെയാണ് ഇവിടെ. അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പോലീസ് ഇവിടെ നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരള ഗവർണർ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹം എത്താൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ VIP ഗേറ്റ് വഴി സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. സേതു, ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. വലിയ ഒരു ജനക്കൂട്ടം ഗവർണർ ഇവിടേക്ക് എത്തുന്നു, പോകുന്നു. അതിൻ്റെ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. ഗവർണർ ഇപ്പോൾ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ തന്നെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ബേക്കറി കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം വ്യൂഹം എത്തുന്നുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങളോടൊപ്പമാണ്
അദ്ദേഹം എത്തുന്നത്. അതായത് അല്പസമയത്തിനകം ഇനി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. എല്ലാ VIP-കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒടുവിൽ ഗവർണർ കൂടി എത്തുന്നതോടുകൂടി ഇനി ചടങ്ങുകൾ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. കർശനമായ നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ലോക് ഭവന് നൽകിയിട്ടുണ്ട്. കാരണം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ മാത്രമേ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ ലോക് ഭവന്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ സർക്കാരിന് നൽകിയിരുന്നു, പ്രോട്ടോകോൾ ഓഫീസർക്ക് നൽകിയിരുന്നു. അത് പ്രകാരമുള്ള നടപടികൾ ഏതായാലും ഗവർണർ കൂടി ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തേക്ക് കടന്നിരിക്കുന്നു.